ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ യുഡിഎഫിന് തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പുമായി ഒരു വിഭാഗം സമസ്ത നേതാക്കൾ. സുന്നി വോട്ടിൽ വിള്ളലുണ്ടാകുമെന്ന് ലീഗ് വിരുദ്ധ പക്ഷം. വിമർശനം തള്ളി ലീഗ്. യുഡിഎഫിന്റെയും ലീഗിന്റെയും നയരൂപീകരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് എം സ്വരാജ്. നിലപാട് മാറ്റിയാൽ കൂട്ടാന്നുള്ളതാണ്. RSS മാറ്റിയാലും നിലപാട് RSS നിലപാട് മാറ്റിയാലും ആരായാലും കൂട്ടും. നിലപാടും രാഷ്ട്രീയം തന്നെയാ പ്രശ്നം, അല്ലാണ്ട് വേറെ എന്താ വ്യക്തിപരമായ വിരോധം ഉണ്ടായിരുന്നെങ്കിലും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നിലപാട് മാറ്റിയാൽ RSS അടക്കം ആരെയും കൂടെ കൂട്ടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യൂസ് 18നോട്. ഇപ്പോഴത്തെ PDP പഴയ PDP അല്ല, അവർ ഇടതുപക്ഷത്തിന് ചേരുന്ന നിലപാടിലേക്ക് മാറിയെന്നും CPM സെക്രട്ടറി. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പിൽ നിർണായക വഴിത്തിരിവ്. 3 ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് ഒരു വർഷത്തിനിടെ എത്തിയത് 66 ലക്ഷം രൂപ. 2024 ശേഷമുള്ള ഇടപാടുകൾ പരിശോധിച്ച് പോലീസ്. അഹാനയോട് കുറ്റം സമ്മതിച്ചതിന് പിന്നാലെ ജീവനക്കാർ മുങ്ങിയെന്ന് സൂചന. ശ്രീചിത്ര ആശുപത്രിയിലെ പ്രതിസന്ധി പരിഹരിച്ചു. കാത്ത് ലാബിലേക്കുള്ള ഉപകരണങ്ങൾ എത്തിച്ചത് അമൃത് ഫാർമസി വഴി. മാറ്റിവച്ച ശസ്ത്രക്രിയകൾ ഒരാഴ്ചയ്ക്കകം നടത്തും. മഴ വീണ്ടും ശക്തമാകുന്നു. വരുന്ന 7 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട്.